ഹായ്, നമസ്കാരം. AKS ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പ്രധാനമായും രാഷ്ട്രീയ രംഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില സംഭവവികാസങ്ങൾ. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടന്ന വീണ വിജയനെ ED അന്വേഷണാത്മകമായി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പിണറായിയുടെ വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്ത് അവർ മടങ്ങുന്ന സന്ദർഭത്തിലാണ് അക്രമം അയച്ചുവിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് DYFI പ്രവർത്തകർ അഴിഞ്ഞാടിയത്. ഇത് രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നീക്കമായിരുന്നു. എന്നാൽ EDയെ ആക്രമിച്ചത് നിസ്സാരമായിട്ട് കാണാവുന്ന ഒരു കേസല്ല. എന്തെന്നാൽ ജാമ്യം ഒരിക്കലും കിട്ടാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒഫൻസാണ് ഇതിൽ കാണുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പോലീസിൽ അഴിച്ചുപണി നടത്താതെ അവരെ തോളിൽ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് എന്നതിൻ്റെ പരിണിതഫലമായിട്ട് ആ തൽപര കക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയും അക്രമകാരികൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്ന രീതിയിൽ പരോക്ഷമായിട്ട് ഒരു EDയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന അതേ രീതിയിലുള്ള വെല്ലുവിളികളും അക്രമങ്ങളും രമേശ് ചെന്നിത്തലയുടെ പോലീസ് നടത്തിയത് രമേശ് ചെന്നിത്തലയുടെ കുറവ് തന്നെയാണ്. ചെന്നിത്തല കാണിച്ച നെറികെട്ട ഒരു രാഷ്ട്രീയം. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടന്നിരുന്ന ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് പിണറായിയുടെ പോലീസിനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബുദ്ധിയും വിവേകവും വിവേചനബോധവും ഇല്ല എന്നതാണ്. അല്ലെങ്കിൽ അയാൾ അധികാരത്തിൽ വന്ന പിറ്റേ ദിവസം അഴിച്ചുപണി നടത്തി കോൺഗ്രസിൻ്റെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വകുപ്പിൽ ചേർക്കുമായിരുന്നു. DGP, IG, കമ്മീഷണർ, സൂപ്രണ്ട് തുടങ്ങിയ ഒരു രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അഴിച്ചുപണി നടത്താതെ ഇത്തരം വൃത്തികെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം ഭരണം മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പോലീസിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നടന്നത്. EDയെ ആക്രമിച്ച പ്രതികൾക്ക് ഒരു രീതിയിലുള്ള ജാമ്യവും കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ തീർച്ചയായിട്ടും തിഹാർ ജയിലിലേക്ക് അയക്കാനുള്ള വകുപ്പുകൾ കൂടി ചേർക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരാൾക്ക് പോലും ജാമ്യം കിട്ടാതെ എല്ലാ കാലം മുഴുവൻ ജീവശവമായിട്ട് കോടതിയിലും ജയിലിലും കഴിയേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ കമ്മി രാഷ്ട്രീയത്തിൻ്റെ പിറകെ പോകുന്ന യുവാക്കളെ അവരെ അയച്ചുവിടുന്ന മാതാപിതാക്കളുടെ രക്ഷകർത്താക്കളെ ഒരു കാര്യം വ്യക്തമായി ചിന്തിക്കേണ്ടതുണ്ട്. തങ്ങളുടെ മക്കൾ ഈ കമ്മി രാഷ്ട്രീയത്തിൻ്റെ അടിമകളായി മാറുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം എന്നത് തീർച്ചയായിട്ടും ഒരു അടിമവൽക്കരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കൊണ്ടും. അതുകൊണ്ട് തന്നെയാണ് പിണറായിയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മകള് ഒഫൻസിന് വിധേയമായ വ്യക്തിയാണ്. അവർ ചെയ്ത കാര്യങ്ങളെ വേണ്ടിയിട്ട് അന്വേഷണം നടത്താൻ EDയും NIAയും കേരളത്തിലെത്തിയപ്പോൾ അവർ തടഞ്ഞത് ഒരു മോശ
മോശപ്പെട്ട പ്രവണതയാണ് കാണിക്കുന്നത് എന്നത് ഇവിടെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാതെ പോലീസ് മുന്നോട്ട് പോകണം. മാത്രമല്ല, പോലീസിനെ സഹായിക്കേണ്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തിൽ കേരളത്തിലേക്ക് എത്തുകയും പ്രതികളെ നിഷ്കരുണം എല്ലാവരെയും അന്ന് വീഡിയോയിലുണ്ടായിരുന്ന 300ഓളം പ്രതികളെയും ചാർജ് ചെയ്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഒരാൾക്ക് പോലും ഒരു ജാമ്യവും കിട്ടാത്ത രീതിയിലായിരിക്കണം കേസിൻ്റെ നിലനിൽപ്പ് ഉണ്ടാവേണ്ടത്. എങ്കിലേ ഇത് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടതുള്ളൂ. ഇതിപ്പോൾ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അതേ പരിപാടിയാണ് ഇവിടെ കേരളത്തിൽ രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെന്നിത്തല യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് വ്യക്തമാക്കി കോൺഗ്രസിൻ്റെ അനുമതിയോട് കൂടിയിട്ട് പോലീസിലെ വൻ അഴിച്ചുപണികൾ നടത്തി മോശപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന എല്ലാ ചുവപ്പുധാരികളായ പോലീസുകാരെയും പുറന്തള്ളേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള നീതി നടപ്പാക്കാൻ വേണ്ടി പോലീസിന് പറ്റൂ. അല്ലാതെ ഭരണം മാറിയിട്ടും ആഭ്യന്തര വകുപ്പ് മാറുന്നില്ല എങ്കിൽ രമേശ് ചെന്നിത്തലയെ നട റോഡിലിട്ട് ആളുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി ആവാനോ ഒരു MLA പോലും ആവാനുള്ള യോഗ്യതയില്ല എന്നാണ് അദ്ദേഹം തെളിയിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ ന്യായമായ രീതിയിൽ സർക്കാരിന് വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണം. പറ്റുകയാണെങ്കിൽ ഉടനെ തന്നെ അഴിച്ചുപണി നടത്തിയിട്ട് കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അതിലേക്ക് കയറ്റേണ്ടതാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുന്നതും അതുതന്നെയാണ്. EDA പോലുള്ള കേന്ദ്ര ഏജൻസികളെ സഹായിക്കാൻ പറ്റിയില്ല എങ്കിൽ, അവർക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല എങ്കിൽ, ഈ പോലീസിൻ്റെ കാറ്റിയെല്ലാം ഊരി വെച്ചുകൊണ്ട് പെട്രോൾ അയച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് എല്ലാവരോടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.